ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്മസും ഇനി മുന്നോട്ട് ന്യൂ ഇയറിലേക്കും എല്ലാവർക്കും ഇപ്പോൾ തന്നെ ആശംസകൾ അറിയിക്കുന്നു. നമുക്കൊന്ന് ചെറിയൊരു റീഡിങ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു ക്വിക്ക് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മാത്രം നോക്കാം. ഓക്കെ, ക്രിസ്മസ് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നോക്കാം. ഓക്കെ, ക്രിസ്മസ് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് എന്താണ് കാണുന്നത് നോക്കാം നമുക്ക്. Okay, let's see. Christmas blessing from the universe. Sorry, okay. Oh, ആദ്യം തന്നെ പ്ലഷർ ആണ് വന്നിട്ടുള്ളത്. ഓ സോറി, എല്ലാം അങ്ങനെ വരുന്നു. ആബി റൂയിൻസ് ആൻഡ് ചാൻസ്. വൺ മോർ, സോറി പിന്നെ ഇല്ലാതെ ഇതാവുന്നുണ്ട്. ഓക്കെ, മാലിഷ്യസ്നെസ് ഹൗസ്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് പ്ലഷർ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഐ തിങ്ക് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാലീഷ്യസ്നെസ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, എന്തെങ്കിലും നിങ്ങളുടെ എതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് പോയിസൺ എന്ന രീതിക്കാണ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷം കലർത്തുന്ന തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിലായാലും ശരി, വീട്ടിലായാലും ശരി, ഫാമിലി, ഫ്രണ്ട്സ്, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലോ നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ എന്ന രീതിയിലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഒരു എൻഡിങ് ആണ് എനിക്ക് കാണുന്നത്. ഇതുവരെ ഐ തിങ്ക് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കാണാം. ഓക്കെ, വേണം വെച്ച് ആരെങ്കിലും നിങ്ങളുടെ മറ്റുള്ളവരെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു വിഷൂടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് പലതും പ്രശ്നങ്ങൾ വരുന്ന തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ റൂയിൻസ് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ടവർ കാർഡായിട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില തകർച്ചകൾ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക, ഈവൻ ആക്സിഡൻറ്റ്സ് ആവാം, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ വന്നു. ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്തെങ്കിലും നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പണം എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുക, ബിൽഡിംഗ് തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീട്, ഇവിടെ ഹൗസും കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിലങ്ങ് തോന്നുന്നത്. എന്നിട്ട് മേ ബി നിങ്ങളൊരു വീട് കെട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാതിരിക്കുക എന്ന രീതിക്ക് അതിൽ തടസ്സങ്ങൾ വരാം. നിങ്ങളുടെ ഫാമിലിയിൽ പ്രോബ്ലംസ് വരിക എന്ന രീതിക്ക്, ഫാമിലിയിലും മറ്റുള്ളവരുടെ ഇടയിൽ, അതായത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക, പരസ്പരം ഒരു ഒത്തൊരുമ ഇല്ലാതെ പോവുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോവുക, വീട്ടിൽ തന്നെ കലഹങ്ങൾ നടക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ വേണം വെച്ച് ചിലവർ ഒരു വിഷം എന്ന രീതിക്ക് കലർത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്ന് കാണും. ആൻഡ് അത് മൂലം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് വന്ന് കാണും. ഓക്കെ, ഈവൻ ജോലി സ്ഥലത്തായാലും നിങ്ങളെപ്പറ്റി ആരെങ്കിലും അപവാദങ്ങൾ പറയുക, നിങ്ങളെപ്പറ്റി ഇല്ലാത്തത് പറയുക, നിങ്ങളെ എന്തിനാണ് ഞാൻ ഈ നെഗറ്റീവ് പറഞ്ഞു കൂട്ടുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, വിട്ടേക്കൂ. ഓക്കെ, സോ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ബട്ട് അതെല്ലാം മറികടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ നമ്മൾ ബ്ലെസ്സിങ് ആണ് ചോദിക്കുന്നത്. സോ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇതൊരിക്കലും നമുക്ക് ബ്ലെസ്സിങ് അല്ല. സോ അത് നമ്മൾ മറികടക്കാൻ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ പ്ലഷർ ഉണ്ട്. ഓക്കെ, പ്ലഷർ ആൻഡ് ആബി എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ചർച്ച് എന്ന രീതിക്ക്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചർച്ച് എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മളൊരു മേ ബി നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ സ്പിരിച്വൽ ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രഡീഷൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ട്രഡീഷണലി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, കൂടുതൽ പ്രാർത്ഥനാ കാര്യങ്ങൾ എന്ന് മാത്രമല്ല കുറച്ചുകൂടി നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഒരു കാര്യമാണ്. സോ മേ ബി നിങ്ങൾ കൂടുതൽ വല്ല ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്ത്, ഓക്കെ, മേ ബി അവരുടെയൊക്കെ ഹെൽപ്പ് എടുത്തിട്ട് മേ ബി നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാൻ തുടങ്ങുന്നു എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതായത് നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യാൻ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. ആൻഡ് അത് നിങ്ങളെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ മെയിൻലി ഇവിടെ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന്
ആൻഡ് നിങ്ങൾക്കത് കൊണ്ടുവരുന്നത് പ്ലഷേഴ്സാണ് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വളരെ അധികം സന്തോഷങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഫങ്ഷൻസ് സെലിബ്രേഷൻ എന്ന രീതിക്കാണ്. മേ ബി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ തന്നെ വിക്ടറി ആഘോഷങ്ങൾ, ഓക്കെ, അങ്ങനത്തെ രീതിക്കായിരിക്കാം. ഇവിടെ നിങ്ങൾ എല്ലാം ഫുഡും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്യുന്ന തരത്തിലാണ് പ്ലഷർ എന്ന് പറയുമ്പോൾ തന്നെ. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങിക്കുക, എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടായാലും നിങ്ങൾക്കൊരു ഏർണിംഗ് കിട്ടുക, അതിൻ്റെ ഒരു ആഘോഷം, പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ എന്തെങ്കിലും വിജയങ്ങളായിരിക്കാം, അതായിരിക്കാം, ജോലി ചെയ്ത് തീർത്തതിൻ്റെ സക്സസ് ആയിരിക്കാം, അങ്ങനത്തെ പല കാര്യങ്ങളും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ബട്ട് അതിനെല്ലാം ഒരു അടിസ്ഥാനമായിട്ട് എനിക്ക് ഈ ഒരു കാർഡ് എനിക്ക് വളരെ എടുത്ത് ഫീൽ ചെയ്തു. കാരണം പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ എനിവേ നമുക്ക് എപ്പോഴും യൂണിവേഴ്സ് തന്നെയാണ് നമ്മുടെ സപ്പോർട്ട്, ദൈവം തന്നെയാണ് നമ്മുടെ സപ്പോർട്ട്. സോ മേ ബി നിങ്ങൾ ആ സ്പിരിച്വലി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴിപാടുകൾ കാര്യങ്ങളോ എന്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൈഡൻസ് എടുത്തൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ലൈഫിൽ നല്ലത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇവിടെ ചാൻസ് കാണുന്നുണ്ട്. ഈ കാർഡ് നമ്മുടെ ഐ തിങ്ക് ഇന്നലെ ഞാൻ എടുത്ത ചില വന്നതിൽ ഉണ്ടായിരുന്നു ഇല്ല, ലക്കിൻ്റെ ഒരു കാർഡ്. സോ അതേ കാർഡ് പോലെയാണ്. അതായത് നിങ്ങൾക്ക് ലക്ക് വരുന്നു എന്നാണ്, ചാൻസ് എടുക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ചാൻസ് എടുത്ത് മുന്നോട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരും, ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. കുറച്ച് റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ബട്ട് യെസ് അതിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും. അത് ടെൻഷൻ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു റിസ്ക് ആണല്ലോ, ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്ന്, ചാൻസ് എടുക്കുകയാണ്, ശരിയാവോ എന്തോ ഒന്ന് പേടി ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ടേക്ക് എ ചാൻസ് എന്ന രീതിക്കാണ്. അത് മാത്രമല്ല ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്താണ് എന്ന രീതിക്കുമാണ്. ആൻഡ് ഇവിടെ പാഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അതിനെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായിരിക്കും ചിലപ്പോൾ റിസ്ക് എടുത്തിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ തോന്നും ദറ്റ് സക്സസ് കിട്ടുമോ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ തോന്നാം. ബട്ട് ഇല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഹൗസ് എന്നുള്ളത് വളരെ എടുത്ത് കണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ട് മേ ബി നിങ്ങളുടെ ഒരു വീടിൻ്റെ ഒരു ആഗ്രഹം, വീട്, ഫാമിലി, ഈവൻ ഇത് കുട്ടികളെ ഫാമിലി മാരേജ് എന്ന രീതിക്കൊക്കെയാണ്. സോ മേ ബി അതും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അത് ആഗ്രഹം എന്താണോ അത് നടക്കും. ആൻഡ് ഇവിടെ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സോ മേ ബി ഇവിടെ നിങ്ങളുടെ ഒരു മാരേജ് സെറ്റ് ആവുന്ന തരത്തിൽ, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആവുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്നു എന്ന രീതിക്കും ആവാം. ഈവൻ ജോലി അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെലിബ്രേഷൻ ആയിരിക്കാം. നിങ്ങൾ ജോലി ചെയ്തു തീർത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ ഹൗസ് അഗെയിൻ ഫാമിലി, നിങ്ങളെ ഹാപ്പിനെസ് എന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫാമിലിയുമായിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, കുട്ടികളൊക്കെ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളടക്കം. ഓക്കെ, കാരണം ഇവിടെ എഗ് ഉണ്ട്, മുട്ടയുണ്ട്. സോ മേ ബി നിങ്ങൾ പ്രഗ്നൻസി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നടക്കും. ഇവിടെ അസുഖം, ഡിസീസ്, ആക്ച്വലി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇത് പോയ്സൺ, വിഷം എന്ന രീതിക്കുണ്ട്. സോ ഐ ഹോപ്പ് ഇത് ലിറ്ററലി ആർക്കും ഇത് മാച്ച് ആവാതിരിക്കട്ടെ. ഓക്കെ, വിഷം എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ വല്ലതും, നിങ്ങൾ ഫുഡ് പോയ്സണിങ് അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിലും, കാരണം ഡിസീസും ഉണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി വരും. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ബെറ്റർ ആവാൻ സാധിക്കും എന്നാണ് കാണുന്നത്. എന്ത് തരത്തിലുള്ള അസുഖമായാലും ശരി, ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കും. കഴിക്കുന്ന മരുന്നൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം പുറത്തു വരാൻ സാധിക്കും. ആൻഡ് അഗെയിൻ വീടിൻ്റെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു. വീട് കെട്ടാൻ ആഗ്രഹം, അല്ലെങ്കിൽ മാരേജ്, അല്ലെങ്കിൽ കുട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ഫാമിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പാഷൻ ഇത് വേറൊരു രീതി കൂടി എനിക്ക് ഫീൽ ചെയ്തു. മേ ബി പാഷനേറ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് വരുന്ന പോലെ, കാരണം റെഡ് റോസ് ആണ്, റെഡ് റോസ് നമുക്ക് ലവിൻ്റെ ആണ് സിമ്പിൾ. സോ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പാഷനേറ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും, ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഓക്കെ അതിലൊരു ബെറ്റർമെൻറ്റ് എന്ന രീതിക്കും കാണുന്നുണ്ട്. അതിലുമൊക്കെ എന്തെങ്കിലും ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, ആൻഡ് പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ തുടങ്ങുക. ഇൻ കേസ് നിങ്ങളായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രാർത്ഥന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക. കൂടുതൽ അറിവുകൾ അങ്ങനെ ആ വഴിക്ക് സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ബ്ലെസ്സിങ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് യൂണിവേഴ്സ് തരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റിത്തരും ചെയ്യും. ഓക്കെ, അതിന് പ്രാർത്ഥനയൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി എല്ലാവർക്കും വളരെ ഈ ക്രിസ്മസ് എല്ലാവരും മനസ്സിലും ഒരു സമാധാനം, സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ എല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ഞാൻ ഒരുപാട് എന്താ പറയുക, ഹൃദയം നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ കൂടെ നിൽക്കുന്നതിനും എല്ലാവർക്കും നന്ദിയുണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറഞ്ഞേ പറ്റൂ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് എൻജോയ് യുവർ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു.